പുനെയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊന്നുകളഞ്ഞു അയൽവാസിയായിട്ടുള്ളൊരു യുവാവ്. ആ തെരച്ചിലിനൊക്കെ കൂടെ നിന്നതാണ് അയാൾ. പിന്നീടാണ് CCTV കേന്ദ്രീകരിച്ചുള്ള ചില അന്വേഷണത്തിൽ ഇയാളാണ് പ്രതി എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടരുകയാണ് യഥേഷ്ടം. നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. കടുത്ത ശിക്ഷയും. സ്വാഗതം 20 അവറിലേക്ക്. ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്നു അയൽവാസി അറസ്റ്റിൽ. വൻ പ്രതിഷേധവുമായി നാട്ടുകാർ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടന്ന സംഭവമാണ്. 9കാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി. ജുനാർ താലൂക്കിലെ പിമ്പൾവാടി ഗ്രാമത്തിൽ നടന്ന സംഭവം അതാണ് നാടിനെ നടുക്കുന്ന അതിക്രൂരമായിട്ടുള്ള പീഡന കൊലപാതകം മാറിയത്. 25 വയസ്സുള്ള സഹിൽ ഖേരെ എന്ന അയൽവാസിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കർഷക ദമ്പതികളുടെ മകളാണ് ആ പീഡനത്തിനിരയായ ആ പെൺകുട്ടി. 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളാണ് കൊല്ലപ്പെട്ടത്. അസുഖത്തെ തുടർന്ന് അവൾ സ്കൂളിൽ പോയിരുന്നില്ല. മാതാപിതാക്കളാവട്ടെ ജോലിക്ക് പോയി, കൃഷിയിടത്തിലേക്ക്. ആ സമയം നോക്കിയാണ് യുവാവ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിൽ നിന്നും ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിച്ചു, അതിക്രൂരമായി പീഡിപ്പിച്ചു. അതിനുശേഷം അവളെ വിട്ടില്ല. ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു അയാൾ. संध्याकाळी दुपारच्या नंतर एक 25 वर्षाच्या तरुणाने एक 9.5 वर्षाची जी मुलगी आहे त्याच्या शेजारी घरात जे राहत होती ते घरी दुसऱ्या मुलाबरोबर खेळत असताना TV बघत असताना ते त्यांना घरातून ओळख असून बाहेर घेऊन गेला आणि गावी बाहेर हे जे शेत आहे ते शेतात पुढे जाऊन കൃഷിയിടത്തിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വൈകുന്നേരം വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് മകളെ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ നാട്ടുകാർക്കൊപ്പം ചേർന്ന് ആ വീട്ടുകാർ ഒരുപാട് തെരഞ്ഞു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസും അങ്ങനെ സ്ഥലത്തെത്തി തെരച്ചിലിന്റെ ഭാഗമായി ശക്തമായിട്ടുള്ള തെരച്ചിൽ നടത്തി. പക്ഷേ ഫലമുണ്ടായില്ല. ഈ സമയം ഈ തെരച്ചിലിനിടയിൽ ആ പ്രതിയും ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ തെരയുന്ന സംഘത്തിനൊപ്പം ചേർന്നു. ഇതിനിടയിലാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വഴിതിരിക്കുന്നത്. അതാണ് വഴിത്തിരിവായത്. ആ പ്രദേശത്തെ CCTVയിൽ അസ്വാഭാവികമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഒരാൾ ഒരു സൈക്കിളിൽ പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ കൂടുതൽ പരിശോധന നടത്തുമ്പോൾ ആ ദൃശ്യത്തിലുള്ളത് ഈ പ്രതിയാണ് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടു. ചോദ്യം ചെയ്യലിൽ ആ സൈക്കിൾ ഓടിച്ചത് പോകുന്നത് ഞാൻ തന്നെയാണ് എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ആദ്യം പീഡനത്തെ പറ്റിയോ ആ കുട്ടിയെ കൊന്നുകളഞ്ഞുവെന്നോ ഒന്നും അയാൾ പറഞ്ഞില്ല. കുട്ടിയെ കണ്ടിട്ടേയില്ല എന്ന മട്ടിൽ അയാൾ പോലീസിന് മുന്നിൽ നിന്നു. വീണ്ടും ചോദ്യം ചെയ്യൽ തുടർന്നപ്പോഴാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം ഉപേക്ഷിച്ചുവെന്നുമൊക്കെ ആ പ്രതി സമ്മതിച്ചത്. ഒരൊഴിഞ്ഞയിടത്ത് മരത്തിനു കീഴിലുള്ള ഓവ് ചാലിൽ തള്ളിയ നിലയിലായിരുന്നു ആ പെൺകുഞ്ഞിന്റെ മൃതദേഹം. നാട്ടുകാരും ബന്ധുക്കളും ഈ സംഭവത്തിന് പിന്നാലെ പുനെ നാസിക് ഹൈവേ ഉപരോധിച്ച് വലിയ പ്രതിഷേധം നടത്തി. ആ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. കേസിന്റെ വിചാരണ അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ആ വീട്ടുകാർ, ആ ബന്ധുക്കൾ, നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു. इनका जो अभी उनके जब जैसे समझते हैं ना, हम हमारे घर इनके घर की गई, हम समझते नहीं आज पिंपवड़ीकर हमारे घर की वो लड़की गई है और इसको न्याय मिलना चाहिए। नहीं तो अभी बोल रहे हैं पुलिस
पुलिस ने भी सिर्फ 3 घंटे में वो सब ढूंढ के निकाला वो आरोपी को भी। तो अभी भी और सहायता करके मैं हाथ जोड़ती हूँ पुलिस को कि आप भी इसको फांसी की शिक्षा होनी चाहिए, बाकी कुछ नहीं। और हम सब जब तक वो लेख ही नहीं देते कि फांसी की शिक्षा नहीं मिलेगी ऐसा, तो तब तक हम इधर से आंदोलन करते रहेंगे। रास्ते पे अभी बोल के थोड़ा सा बाजू आए, अभी दोनों साइड्स पे भी आंदोलन करने वाले। हम सब पूरा गांव हम उसके साथ है, लेकिन ऐसे विकृत घटनाएं से फिर होनी नहीं चाहिए। ऐसे विकृत लोगों को उनकी फांसी की सजा मिलनी चाहिए। हम सब समाज बांधव उनके साथ है। हम सब पिंपलवंडी और सब जुन्नर तालुके के वती ने हम उसको बहुत ही संताप का निषेध करते हैं और हमारी वो चुनी हुई लड़की है उसको न्याय जरूर मिलना चाहिए। കേസിൽ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് അത് കിട്ടിയ ശേഷം മാത്രമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം വിശദമായി പുരോഗമിക്കുകയാണെന്നും പോലീസ് പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.